ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് പതിവ് പോലെ നേരത്തെ എഴുന്നേറ്റ് കോളുംകുട്ടിനെ എഴുന്നേൽപ്പിക്കേണ്ട ആവശ്യം വന്നില്ല. അവൻ തന്നെത്താനെ എഴുന്നേറ്റ് പോവാന്ന് പറയും. അങ്ങനെ എഴുന്നേറ്റ് പോന്നു. പിന്നെ രാവിലെ തന്നെ എൻ്റെ കാർക്കൂന്തലേക്ക് എത്താനുള്ള പരിപാടിയാണ്. രാവിലെ എന്നും എഴുന്നേറ്റ് ഞാൻ പിന്നി മടക്കി കിട്ടും. അല്ലെങ്കിൽ മുടി ഭയങ്കര പൊഴിച്ചില്ല, ഫുഡിലൊക്കെ തലപ്പം തെറിക്കും, കയ്യിലൊക്കെ മുടിയാവും. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ആ പരിപാടി കഴിക്കും. കോളിംകൂട്ടിന് ഞാൻ ബാത്റൂമിലാണ് കണ്ണാടി വെച്ചിരിക്കുന്നതാണ് കോളിംകൂട്ടിന് അവിടെ ഇരിക്കുന്നത്. രാവിലെ കുറച്ച് നേരം ആലോചിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് കറി വെക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ നൂഡിൽസ് വെച്ചത് ഉണ്ടായിരുന്നു, സ്പഗറ്റി ഉണ്ടാക്കിയത്. അത് വേഗം ഓവൻ്റെ അകത്ത് കയറ്റി ചൂടാക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത്. പിന്നെ കറികളൊന്നും വെക്കേണ്ട, കറികളൊക്കെ ഞാൻ ഇന്നലെ തന്നെ വെച്ച ബാക്കി കറികളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചോറ് മാത്രം വെച്ചാൽ മതി. അതുകൊണ്ട് ഇന്ന് വലിയ പണികളുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്പഗറ്റിയൊക്കെ ചൂടാക്കി കഴിക്കാൻ തുടങ്ങി. നമ്മുടെ മസാല ഇട്ട് ഉരുളക്കിഴങ്ങും ക്യാരറ്റും എല്ലാം കൂടി ഇട്ടുണ്ടാക്കിയ സ്പഗറ്റി ആയിരുന്നു. അപ്പോൾ കോളിംകൂട്ടനും കഴിക്കാനുള്ള പരിപാടിയാണ്. അത് കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യണം. അതൊക്കെ ചെയ്തു കഴിഞ്ഞു. പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബൊട്ടാണിക്കൽ ഗാർഡൻ കാണാൻ പോയ സ്ഥലത്ത് കപ്പ ഉണ്ടായിരുന്നു. ഇത് മെഴുക് തേച്ച ഒരു സൈസ് കപ്പ, എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ ഇടയ്ക്ക് ഈ കപ്പ വാങ്ങാറുണ്ട്. കപ്പ ഞങ്ങൾ കുറച്ചധികം വാങ്ങിയിട്ട് വെട്ടി ക്ലീൻ ചെയ്ത് കവറിൻ്റെ അകത്താക്കി ഞങ്ങൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് കയറ്റി ഫ്രീസറിൽ വെക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞങ്ങൾ അധികം കപ്പ വാങ്ങി അങ്ങനെ ചെയ്യാറ്, കപ്പ കിട്ടുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ജോലിയൊന്നുമില്ല, ചോറ് മാത്രം വെച്ചാൽ മതി. അങ്ങനെ ഞാനിതാ ഇതിൻ്റെ അകത്താക്കി ഫ്രീസർ കയറ്റി വെച്ചു, കവറിൻ്റെ അകത്താക്കി. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഫ്രീസറിലെ ഫ്രീസർ ഉണ്ണിയപ്പം, അട, തേങ്ങ, അടയൊക്കെ എപ്പോഴോ തീർന്നു. ഉണ്ണിയപ്പം കുറച്ചും കൂടി ഉള്ളൂ. അതൊക്കെ വാങ്ങി ഫ്രീസറിൽ വെക്കും. അതുപോലെ ചിക്കനൊക്കെ അധികം വാങ്ങി ഫ്രീസറിൽ വെക്കാറാണ് ചെയ്യാറ്. ഇതൊക്കെ കൊണ്ട് അവിടെ ഇരുന്ന് കളിക്കുക. വെള്ളമൊക്കെ കൊണ്ട് എപ്പോഴും അതെ, വെള്ളമൊക്കെ കൊണ്ട് ആ തിണ്ണയിൽ വെച്ച് കളിക്കും. ചോറും കറിയെല്ലാം എടുത്ത് ചൂടാക്കി ഞാൻ ഇങ്ങനെ അടച്ചു വെച്ചു. കൃത്യം ഒരു 12:05 ആകുമ്പോഴത്തേന് ചേട്ടായി വരും. 6:30 ചേട്ടായി പോകുന്നതാണ്. 12:05 ഫുഡ് കഴിക്കാനായിട്ട് മണിക്കൂർ ബ്രേക്കിന് വരും. അപ്പം ഞാനും കോളിംകൂട്ടനെ ഇങ്ങനെ നോക്കി നിൽക്കുക, പപ്പയും വരുന്നത്. അപ്പോൾ പപ്പ എന്നും പറഞ്ഞ് പുറത്തോട്ട് നോക്കി ഭയങ്കര ഒച്ചയിൽ വിളിക്കുന്നുണ്ട് അവൻ. അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്തതാണ് കാണുന്നത്. അത് അപ്പോഴത്തേനും 12:05 എന്താ പപ്പ വന്നു. കൃത്യ ടൈം ആകുമ്പോഴത്തേനും പപ്പ വന്നു. അപ്പോൾ തന്നെ കോളിംകൂട്ടി നോക്കി ഒരുമാതിരി വലിച്ച ചിരി അപ്പം മുഖത്ത്. ഇനി പപ്പ കാണാൻ വേണ്ടി കുറച്ച് നേരം വലിയ ആക്ഷൻസൊക്കെ കാണിക്കും. ഇങ്ങനെ പോയി സോഫയുടെ പുറകിൽ പോയി എപ്പോഴും ഒളിച്ചിരിക്കുന്നത്. പപ്പ അകത്തോട്ട് വന്നപ്പോഴത്തേനും അപ്പനെ കാണിക്കാൻ ആക്ഷനാണ് കാണുന്നത്. പിന്നെ കുറച്ച് നേരത്തിന് ഞങ്ങൾ എന്നും ഒരു അരമണിക്കൂർ നേരം ഞാനും കോളിംകൂട്ടനും നടക്കാനിറങ്ങും. അപ്പോൾ കോളിംകൂട്ടനായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ നടക്കാൻ വേണ്ടി എന്നും പുറത്ത് പോകാറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.